യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി രാജിവെച്ചതുകൊണ്ട് എല്ലാം ശരിയാവുമെന്ന് കരുതുന്നുണ്ടോ? ആരോഗ്യമന്ത്രി രാജിവെച്ചതുകൊണ്ടെല്ലാം ശരിയാവും എന്നല്ല. പക്ഷേ ആ രാജി എന്ന് പറയുന്നത് ഒരു ധാർമ്മികമായ വിഷയമാണ്. മനസ്സിലായില്ലേ? 4 അടുത്ത നമ്മളിപ്പോൾ സംസാരിക്കുന്ന കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്. അടുത്ത മെയ്യിൽ പുതിയൊരു മന്ത്രിസഭ വരും. അപ്പോൾ കഴിഞ്ഞ 9 വർഷമായിട്ട് CPM കേരളം ഭരിക്കുന്നു. ഈ ബിൽഡിംഗ് ഈ ഇടിഞ്ഞു വീണ ബിൽഡിംഗ് അടക്കമുള്ള വിഷയങ്ങൾ എത്രയോ കാലമായിട്ട് ഇവരുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. പ്രോംപ്റ്റ് ആയിട്ട് നടപടി എടുക്കാൻ ഇവർ ഇൻകേപ്പബിൾ ആയതുകൊണ്ടാണ് ഈ ദുരന്തം തീർച്ചയായും. സംഭവിച്ചത്. അല്ല 2018 തന്നെ ഇതിനൊരു കത്ത് കൊടുക്കുകയും അതെ. അത് കോവിഡിന് ശേഷം അത് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്ന് സർക്കാർ തന്നെ അല്ല, വ്യക്തമാക്കുന്നുണ്ട്. ഈ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളാകട്ടെ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ബിൽഡിങ്ങുകളാകട്ടെ, ഒന്നും വേണ്ടല്ലോ. നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റുകളുടെ ഫിറ്റ്നസ് പരിശോധിക്കപ്പെടാറില്ലേ? അല്ലേ? അപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്സ്. ഇപ്പോൾ സത്യത്തിൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ അടിച്ചു, അത്രയും ഫിറ്റ് അല്ലാത്ത ഒരു ബിൽഡിങ് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പറ്റുന്നത്? ആ ബിൽഡിങ് ഇടിഞ്ഞു വീണതിൻ്റെ പുറകെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ്, ഒരു സീരീസ് ഓഫ് മാരത്തോൺ റിപ്പോർട്ടിംഗ് നടക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ അടക്കമുള്ള ഹോസ്പിറ്റലുകളെ പറ്റി. എന്തിന് ഈ തിരുവനന്തപുരത്ത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിനോട് ചേർന്നിട്ട് ഒരു പുതിയ സമുച്ചയം മെഡിക്കൽ കോളേജായിട്ട് എലിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പണിതിട്ടതാണ്. അതിപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് അടച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് പറയുന്നത്, ഇതെല്ലാം അനാസ്ഥയാണ്. അതായത് ഒരു സാധാരണ മനുഷ്യന് അത് തുറന്നു കൊടുത്ത് ആ ഫെസിലിറ്റി ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണെങ്കിൽ കൂടുതൽ അവർ സെക്യൂർ ആവുകയാണ്, സേഫ് ആവുകയാണ്. അതെ. പക്ഷെ അതിന് പകരം പല കാരണങ്ങൾ പറഞ്ഞ് അതങ്ങ് അടച്ചിടുക. എത്ര കോടി ചെലവാക്കി പൂർത്തീകരിച്ചിട്ടുള്ള പദ്ധതിയാണെങ്കിലും അത് എന്താ പറയുക, അത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ തുറന്ന് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു വാശിയാണ്, ഒരു ഈഗോയാണ്. അത് ഈ പറഞ്ഞ പോലെ ഇവരുടെ PR എക്സസൈസിന് ഉപയോഗിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഘടകമുണ്ടോ എന്ന് നോക്കി അതിനെ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ഒരു തെറ്റായ നടപടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വീണ ജോർജ് രാജിവെക്കണം.